ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഗ്ലൗസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. തുണി കൊണ്ട് നമുക്കൊരു ഗ്ലൗസ് ഉണ്ടാക്കാം. നമ്മൾ സ്റ്റൗവിൽ നിന്നും ചൂടുപാത്രങ്ങൾ എടുക്കാനും ഓവനിൽ നിന്നും ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ തുണി ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ നമുക്ക് തുണിക്ക് പകരം നമുക്കൊരു ഗ്ലൗസ് തയ്ച്ചിട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അത് നമുക്കിന്ന് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നിടാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉള്ളത്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ഓരോരോ പുതിയ കാര്യങ്ങൾ ഓരോ ദിവസവും പഠിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. ബ്ലൗസ് ഉണ്ടാക്കാനായിട്ട് കോട്ടൺ തുണിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 4ആയിട്ട് മടക്കിയിട്ട തുണിയാണ്. നീളവും വീതിയും ഒരേപോലെ നമ്മൾ കട്ട് ചെയ്യുന്നു. 10 ഇഞ്ച് തുണിയാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ കട്ടറും കൊണ്ടാണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത്. ഇത് ഒരു പുതിയ കട്ടർ, റോട്ടറി കട്ടർ എന്ന് പറയും. ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പം നമുക്ക് 4 പീസ് കട്ട് ചെയ്തെടുക്കാം. 4 പീസ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഇത് മെയിൻ തുണിയാണിത്. ഇതിൻ്റെ ഉള്ളിൽ ഇനി നമ്മൾ ലൈനിങ് ഒക്കെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് 4 പീസ് നമ്മൾ ആദ്യം മുറിച്ചെടുത്തതിന് ശേഷം പറയാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ ബ്ലൂ കളറിലുള്ള തുണി നമ്മൾ ലൈനിങ്ങിന് വേണ്ടിയാണ് എടുക്കുന്നത്. ലൈനിങ്ങിനായിട്ട് നമുക്ക് ഒന്നിലധികം പീസുകൾ ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. അതിനനുസരിച്ച് നമ്മുടെ ഗ്ലൗസിന് നമുക്ക് ഉറപ്പ് കുറച്ചും കൂടെ കട്ടി കൂടുതലായിട്ട് കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് ഈ ക്രോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് ഞാനിത് മടക്കുന്നത്. അപ്പോൾ ആ ക്രോസ് ചെയ്ത് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇതിന് നമുക്കൊരു ഗ്രിപ്പ് കിട്ടും. അതായത് ഞാൻ 2 സൈഡിലോട്ടും ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഓരോ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. കൂടുതൽ സ്റ്റിച്ച് വേണമെങ്കിൽ ഇടാം. അപ്പോൾ നമ്മുടെ തുണി തെന്നിപ്പോകില്ല, നല്ലൊരു ഉറപ്പും കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഒരു ഗ്ലൗസിനാണ് ഈ 2 തുണിയിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ഈ നമ്മുടെ കൈ ഉള്ളിലേക്ക് കയറ്റുന്ന ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. ഒരു പടി പോലെ 2 പീസിൻ്റെ ഇതേപോലെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട്, ഇവിടെ മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ 2 പീസും കൂടെ ഒന്നിച്ചിട്ടിട്ട് നമ്മൾ അടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പം അതായത് നമ്മുടെ നല്ല വശങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് വെച്ചു. ഇപ്പോൾ നമുക്ക് നമ്മുടെ കൈ ഇങ്ങനെ തുണിയിൽ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ കൊടുക്കാം കൈയുടെ പുറത്തു കൂടി. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൈയുടെ ഒരു മോഡൽ ആദ്യം ഉണ്ടാക്കിയെടുക്കാം. ഒരു ചെറിയ കട്ടിയുള്ള ഒരു പേപ്പർ എടുത്തിട്ട് നമ്മുടെ കൈ അതിന് മുകളിൽ വെച്ചിട്ട് നമുക്ക് വരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ കൈ വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് വരച്ചെടുത്ത് ചെയ്യാം. അപ്പം നമ്മൾ കൈ വെച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയുടെ വലുപ്പത്തേക്കാൾ അല്പം കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ മോഡൽ വെട്ടിയെടുക്കാനായിട്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ തയ്ക്കുന്ന തുമ്പൊക്കെ നമുക്ക് വേണ്ടി വരും. അതുകൊണ്ടാണ് തുണി ഇത്രയും കൂടെ കൂട്ടി ഇടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മോഡൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കൈയേക്കാട്ടിൽ കുറച്ചുകൂടി വലുപ്പത്തിൽ വേണം നമ്മൾ വെട്ടിയെടുക്കാനായിട്ട്. അപ്പം നോക്കാം നമുക്ക്. അപ്പം നമ്മൾ കൈ ഇങ്ങനെ വെച്ചിട്ട് വരച്ച് കൊടുക്കുകയാണ്, തുണിയിൽ വരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് വരച്ച് കൊടുക്കാം. മോഡൽ ഇട്ടിട്ടാണ് ഞാൻ വെട്ടുന്നത്. ആദ്യം തന്നെ ഞാനൊരു മോഡൽ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ മോഡൽ വെച്ചതിന് ശേഷം അപ്പോൾ പിന്നെ നമുക്ക് തയ്യൽ തുമ്പിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. മോഡൽ ഇത്തിരി വലുപ്പത്തിൽ തന്നെയാണ് ഞാൻ വെട്ടിയെടുത്തിരിക്കുന്നത്. ആ മോഡലിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ്. വരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് തയ്ച്ചെടുക്കാം. പിന്നൊക്കെ ചെയ്തിട്ട് നമ്മൾ തയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കൈ ഒന്ന് അങ്ങനെ ഒന്ന് കടത്തി നോക്കണം. അപ്പോൾ കടത്തുന്നതിന് ഒരു അല്പം കൂടെ അവിടെ മാത്രം ഒത്തിരി കൂടെ നമുക്ക് വീതി കൂട്ടി കൊടുക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ കൈ ഒന്ന് നന്നായിട്ട് ഉള്ളിലേക്ക് കയറണ്ടേ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 3/4 ഇഞ്ച് നമ്മൾ അത്രയും ഭാഗം നമ്മുടെ കൈ കടത്താനായിട്ട് കൂടുതൽ വീതി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി ഭാഗമൊക്കെ അങ്ങനെ തന്നെ മതി. ഇനി നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് ആ സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ കൈയുടെ അതേ ഷേപ്പിൽ നമ്മൾക്ക് അടിച്ച് ഇങ്ങോട്ടെടുക്കാം. ഇതേപോലെ ഇപ്പം നമ്മൾ തുടങ്ങിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒക്കെ തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അധികത്തിൽ കിടക്കുന്ന തുണി നമുക്ക് വെട്ടിക്കളയാം.
കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ ഇതാ കൈയൊക്കെ ഒന്ന് കടത്തി നോക്കാം, നമുക്ക് ഈസി ആയിട്ട് കയറി പോകുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള തുണി കട്ട് ചെയ്ത് കളയാം. ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ തയ്ച്ചിരിക്കുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്യാതെ തന്നെ വേണം നമ്മൾ ഇതുപോലെ വെട്ടിക്കളയാനായിട്ട്. അപ്പം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഇത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മളതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ഓരോ കട്ടിട്ട് കൊടുക്കുകയാണ് തുമ്പ് കിടക്കുന്ന ഭാഗങ്ങളിലെല്ലാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് നമ്മുടെ ഗ്ലൗസിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, അല്പം ക്ഷമ മാത്രം മതി. കണ്ടോ, നമ്മുടെ ഗ്ലൗസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 കൈയിലേക്കുള്ള, ഇതിപ്പോൾ ഒരു ഗ്ലൗസ് ആയിട്ടുണ്ട്, ഇതേപോലെ തന്നെ നമുക്ക് ഒന്നുകൂടി ഉണ്ടാക്കിയെടുക്കാം. നന്നായിട്ട് കയ്യിൽ നല്ല ഫ്ലെക്സിബിളായിട്ട് നമുക്ക് പോകുന്നുണ്ടത്. ഇത് നമുക്ക് ചൂടുള്ള പാത്രങ്ങളൊക്കെ ഈസിയായിട്ട് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പഴയ തുണിയോ പുതിയ തുണിയോ എന്തുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഗ്ലൗസ് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓവനിൽ നിന്ന് നമുക്ക് ചൂടുള്ള പാത്രങ്ങൾ എടുക്കുമ്പോഴും നമ്മൾ സാധാരണ പുതിയത് ഗ്ലൗസൊക്കെ വാങ്ങിയിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്യാൻ ശ്രമിക്കുമല്ലോ. ഇനി അടുത്തൊരു വീഡിയോയിൽ കൂടെ കാണുന്നത് വരെ ബൈ.